Hi, Thesnim'sflavors like എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡോണട്ട് ആണ്. ഡോണട്ട് പലരും ചെയ്തിട്ട് കറക്റ്റ് ആവണില്ല എന്ന് പറയുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പലരും അതിൻ്റെ അളവ് എടുക്കുന്നത് ഞാൻ ഗ്രാമിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്ന് സ്പൂണിൽ പറയുമോ കപ്പിൽ പറയുമോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് കപ്പിലും സ്പൂണിലൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. നല്ല റെസിപ്പിയാണ്, കറക്റ്റ് റെസിപ്പിയാണ്. നമുക്ക് നല്ല സ്പഞ്ചായിട്ട് തന്നെ നല്ല ഒരു ബണ്ണ് കിട്ടും. പിന്നെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണേ. എൻ്റെ ഓൺലൈൻ മൈക്രോവേവ് കുക്കറി ക്ലാസ്സിനെ കുറിച്ച് കുറേ പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അത് വാട്സാപ്പ് വീഡിയോ കോളിലൂടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗൾഫിലുള്ളവരൊക്കെ ചെയ്യുന്നത് IMOയിലാണ് വിളിക്കുന്നത്. IMOയിൽ കോൺടാക്ട് ചെയ്തിട്ടാണ്. ചെറിയൊരു ഫീ ഉണ്ട്. അതിലൊരു നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഒരു 1.5-2 മണിക്കൂറൊക്കെ ആയിരിക്കും ഉണ്ടാവുക. മൈക്രോവേവ് ഓവണിനെ കുറിച്ച് കംപ്ലീറ്റ് അതിൻ്റെ നിങ്ങളുടെ ഓവണിൽ, എൻ്റെ ഓവണിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ പലർക്കും ശരിയാവുന്നില്ല. സ്വന്തം ഓവണിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പഠിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഓവണിൽ വീഡിയോയിൽ നിങ്ങളെ ഓവണിനെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് അതിൽ ഓരോ ബട്ടണും എന്തിനാണ്, ഓരോ ബട്ടണിൽ എന്താ ചെയ്യണേ എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് ബേസിക്കായിട്ട് നമുക്ക് അറിയേണ്ട ചെറിയ ചെറിയ കുഞ്ഞു കുക്കിംഗ്, പിന്നെ ഒരു റൈസ്, ഒരു ചിക്കൻ, അങ്ങനെ ഒക്കെ ആയിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. മൈദ 1.5 കപ്പ്, മെഷറിംഗ് കപ്പിന് അളവെടുത്തതാണ്. 1.5 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. നല്ല ഈസ്റ്റ് ആയിരിക്കണം. ഈസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഡിഷസ് ചെയ്യുമ്പോൾ. മിൽക്ക് പൗഡറാണ്. ഇത് 2 ടേബിൾ സ്പൂൺ ലെവൽ ചെയ്തെടുത്തതാണ്. ഹീപ്പായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പഞ്ചസാര പൊടിച്ചതാണ്. 2 ടേബിൾ സ്പൂൺ നിറയെ ഹീപ്പായിട്ട് എടുത്തു, എന്നിട്ട് പൊടിച്ചെടുത്തതാണ്. അല്ലാതെ പൗഡർ അല്ല. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ എടുത്തു. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ചേർത്തിട്ട്, ഇളം ചൂടുള്ള പാൽ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പകുതി മുട്ട, ഒരു മുട്ടയുടെ ആവശ്യമില്ല, അപ്പോൾ ഒരു മുട്ടയുടെ പകുതി ചേർക്കാം. മെൽറ്റഡ് ബട്ടറാണ് ഇത്, 2.5 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ. 1 ടീസ്പൂൺ ഉപ്പാണ്, ലെവൽ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ചേർക്കാം. ഇത് ഇളം ചൂടുവെള്ളം ചേർത്തിട്ട്, അല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ ഇളം ചൂടുള്ള പാല് ചേർത്തിട്ട് ചെയ്യാം. കാരണം നമ്മൾ ഇതിൽ മിൽക്ക് പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി പാല് വേണം നിർബന്ധമില്ല. പാലുണ്ടെങ്കിൽ പാല് വെച്ച് ചേർത്ത് കുഴച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. മാവ് നന്നായി കുഴച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു ലൂസായിട്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇത് ചൂടുവെള്ളം, ഇളം ചൂട് പാലോ ഇളം ചൂട് വെള്ളമോ വെച്ചിട്ടാണ് കുഴക്കേണ്ടത്. ഇതൊന്ന് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 2-3 മണിക്കൂർ മാവ് ഇരട്ടി വലുപ്പമാകുന്ന വരെയാണ് മൂടി വയ്ക്കേണ്ടത്. ഇനി മാവ് നന്നായി പൊങ്ങി വരട്ടെ. നമ്മൾ മാവ് കുഴച്ച് വെച്ചത് ഇപ്പോൾ 3 മണിക്കൂറായിട്ടുണ്ട്. 3 മണിക്കൂർ കൊണ്ട് ഇത്രയും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റായിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്നുകൂടെ കുഴയ്ക്കാം. നമുക്ക് പകുതി മുറിച്ചെടുക്കാം. ഈ ഒരു മിക്സിൽ നിന്ന് നമുക്ക് ഒരു 9-10 ഡോണട്ടാണ് കിട്ടുക. ശരിക്കും 9 ഡോണട്ട്. മാവ് കുഴയ്ക്കുമ്പോൾ ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം കുഴയ്ക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ബണ്ണ് പോലെയുള്ള എന്ത് സാധനം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. കുറച്ച് ലൂസായിട്ട് പരത്തണം. കുറച്ച് തിക്കായിട്ടാണ് പരത്തേണ്ടത്. നമ്മൾ
പകുതിയാണ് എടുത്തിട്ടുള്ളത്. പകുതിയിൽ നിന്ന് നമുക്കൊരു 3 ഡോണറ്റാണ് കിട്ടേണ്ടത്. ഇപ്പോൾ ഡോണറ്റിൻ്റെ ഇതുപോലെയുള്ള കട്ടർ എല്ലാവരുടെ കയ്യിലും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ ടോപ്പ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ ചെറിയൊരു ബോട്ടിലിൻ്റെ ടോപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് 9 ഡോണറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി, കവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഒന്നും കൂടെ പൊങ്ങി വരും. നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്, ഷേപ്പ് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്കിടാം. സാവധാനം വെച്ചു. ഇട്ടതിന് ശേഷം തീ കുറയ്ക്കുക. എന്നിട്ട് എടുക്കുന്ന സമയത്ത് അതുപോലെ തീ കൂട്ടി വെച്ചിട്ട് എടുക്കുക. വേണ്ട നല്ല ഒട്ടും ഓയിലില്ലാതെ തൊട്ട് നോക്കിയാൽ നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പായിട്ടുണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കണ്ടോ നന്നായി ഇങ്ങനെ പൊങ്ങി വരുന്നത്, ബബിളായിട്ട് പൊങ്ങി വരും. ആദ്യം നല്ല തീയിൽ ഡോണറ്റ് ഇടുക, അതിന് ശേഷം സിമ്മിലിടുക. സിമ്മിലിട്ടിട്ട് വേകുമ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് കുക്കാവും. ഇത് നല്ല ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കുക്കാവില്ല. ഉണ്ട്, നല്ല ക്രിസ്പായിട്ടുണ്ട്. പുറത്ത് ഉള്ളിൽ നല്ല പഞ്ഞി പോലെ ഉണ്ടാവും. ഇതിപ്പോൾ നല്ല ചൂടാണ്. ഈ ചൂടിൽ തന്നെ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഡിപ്പ് ചെയ്തെടുക്കുക. ഈ ചൂടോടെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഈ ചോക്ലേറ്റ് ഇഷ്ടമില്ലെങ്കിൽ വെറുതെ ഐസിങ് ഷുഗർ മുകളിൽ സ്പ്രെഡ് ചെയ്താൽ മതിയാവും. ഡോണറ്റ് എടുത്ത് ചൂടോടെ തന്നെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഗോൾഡൻ ബോൾസ് ഇടുകയാണ്, ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതും കൂടെ ഇതിൽ ഡിപ്പ് ചെയ്ത് എടുക്കാം. ഡോണറ്റ് നല്ല സ്പഞ്ചായിട്ടുണ്ട്. ഡോണറ്റ് കണ്ടല്ലോ അല്ലേ, വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല സ്പഞ്ചായി വന്നിട്ടുള്ള നല്ലൊരു ഡോണറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം. കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മൈക്രോ ചെയ്തെടുക്കുക, ഒരു 30 സെക്കൻഡോ മറ്റോ ഒന്ന് മൈക്രോ ചെയ്തെടുക്കുമ്പോൾ ആ ചോക്ലേറ്റ് ഒന്നും കൂടെ ഒന്ന് മെൽട്ടായി, എന്താ പറയുക, ബണ്ണൊക്കെ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടായി, അപ്പോൾ കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടും. കൂടുതൽ നല്ലത്. ഇനി അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അവരെല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ